മക്കളെ, സോ വെൽക്കം ബാക്ക് ടു അവർ ബയോളജി ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നമ്മൾ രണ്ട് ടിഷ്യൂ സിസ്റ്റംസ് പഠിച്ചു, റൈറ്റ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റംസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ടുഡേ വി ആർ ഡീലിംഗ് അബൌട്ട് ദ ലാസ്റ്റ് ടിഷ്യൂ സിസ്റ്റം, ദാറ്റ് ഇസ് ദ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. അതിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ്. നല്ല സുഖമായിട്ട് ഞാൻ പറഞ്ഞു, എപ്പിഡെർമലിലും വാസ്കുലാറിലും ഇല്ലാത്ത ആളുകളൊക്കെ എവിടെ ഉണ്ടാകും? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ നമുക്ക് എന്ത് ചെയ്യാം? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം പഠിക്കാം. ഇതിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ കേൾക്കും ഒന്നും കൂടെ. ലൈക്ക് നിങ്ങൾ സൈലം ഫ്ലോയം ഒന്നും ഇതുവരെ ഡീൽ ചെയ്യാത്ത ആൾക്കാരാണ്. ഓക്കെ, അതിനെപ്പറ്റി ഇതുവരെ കൂടുതൽ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ പറയുന്ന സൈലം ഫ്ലോയം കാര്യങ്ങളൊക്കെ കേൾക്കും. പിന്നീട് ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം, അതുപോലെ തന്നെ നമ്മളുടെ ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്, ദാറ്റ് ഇസ് ഐസോബൈലാറ്ററൽ ലീഫ് എന്നുള്ളതൊക്കെ, ഡോർസി വെൻട്രൽ ലീഫ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ കമ്പയർ ചെയ്ത് പഠിക്കണമെന്ന്? അതൊക്കെ ഇതിൻ്റെ ബേസിസിലായിരിക്കും. അപ്പം ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ മക്കളെ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് ഓക്കെ അല്ലേ? എല്ലാവരും നോക്കിയിട്ടല്ലേ വരുന്നത്? നോക്കിയിട്ട് വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ കിട്ടുള്ളൂ. ഓക്കെ, മറ്റത് ഞാനിങ്ങനെ പറയും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അവിടെ നമ്മൾ പറഞ്ഞതാണ് എന്താണ് സബ്സിഡിയറി സെൽസ് എന്ന്. ഗോഡ് സെൽസ് ആർക്കാണ് ബീൻ ഷേപ്ഡ് ആവുക, ആർക്കാണ് ഡംബൽ ഷേപ്ഡ് ആവുക എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ഓർക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വായിച്ച് വരാത്തൊരു കുട്ടിക്ക് ഓക്കെ എല്ലാം ഭയങ്കര ഓർക്കുന്നുണ്ടാകും, എന്തൊക്കെയോ ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടാകും ക്ലാസ് കേട്ടൊരു കുട്ടി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് നിങ്ങൾ കൂടെ ചെയ്തു പോകണം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് കേൾക്കുക, ബുക്ക് അടച്ചു വയ്ക്കുക, ഓടുക, അതല്ല. ക്ലാസ്സിൽ നിന്ന് പഠിക്കുക, എൻ്റെ കൂടെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക, റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാണ്ട് ബുക്ക് അടച്ചു വെച്ചാൽ അതങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യില്ല, നമുക്കത് തുറന്ന് കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? വാസ്കുലാർ ടിഷ്യൂസ് പഠിക്കാമല്ലോ. സി, വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുമ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടിഷ്യൂ സിസ്റ്റത്തിലാണ് ഉള്ള കോംപ്ലക്സ് ടിഷ്യൂസ് മൊത്തം ഉള്ളത്. ഓക്കെ, പാരങ്കൈമ, സ്ക്ലീറങ്കൈമ, കൊള്ളൻകൈമ എന്ന് പറയുന്ന സിമ്പിൾ ടിഷ്യൂസ് ഒക്കെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇവരൊക്കെ സിമ്പിൾ ടിഷ്യൂസാണ്. ഈ സിമ്പിൾ ടിഷ്യൂസ് ഒക്കെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലാണ് ഉള്ളത്. ഓക്കെ, എന്നാൽ കോംപ്ലക്സ് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. കോംപ്ലക്സ് ടിഷ്യൂ സിസ്റ്റമാണ് ഏത്? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദ ഫ്ലോയം ആൻഡ് സൈലം ആർ ദ കോംപ്ലക്സ് ടിഷ്യൂസ്. സൈലോം ഫ്ലോയോ ആണ് മക്കളെ ആക്ച്വലി കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ ഇവർ ആരിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ദാറ്റ് ഇസ് വാസ്കുലാർ സിസ്റ്റം. സോ വാസ്കുലാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ്, ദ ഫ്ലോയം ആൻഡ് ദ സൈലം. ഓക്കെ, ദ സൈലം ആൻഡ് ഫ്ലോയം ടുഗെദർ കൺസ്റ്റിറ്റ്യൂട്ട് ദ വാസ്കുലാർ ബണ്ടിൽസ്. സോ വാസ്കുലാർ ബണ്ടിൽസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? സൈലം ആൻഡ് ഫ്ലോയം ടുഗെദർലി നോൺ ആസ് വാസ്കുലാർ ബണ്ടിൽസ്. ദേ ആർ ദ കോംപ്ലക്സ് ടിഷ്യൂസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സിമ്പിൾ ടിഷ്യൂസ് അടങ്ങിയിട്ടുള്ളത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലാണ്. അറ്റ് ദ സെയിം ടൈം കോംപ്ലക്സ് ടിഷ്യൂസ് ആരൊക്കെയാണെന്ന് അറിയണം ആദ്യം. ആരൊക്കെയാണ് മക്കളെ കോംപ്ലക്സ് ടിഷ്യൂസ്? സൈലോം അതുപോലെ തന്നെ ഫ്ലോയം. ഈ സൈലോം ഫ്ലോയം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എവിടെയാണ്? നമ്മളുടെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിലാണ്. സൈലത്തിനെയും ഫ്ലോയത്തിനെയും ടുഗദർലി നമ്മൾ വിളിക്കുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് വാസ്കുലാർ ബണ്ടിൽസ് എന്നാണ് പറയാം. എന്താണ് പറയാം? വാസ്കുലാർ ബണ്ടിൽസ്. ആൻഡ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം, അടുത്ത നമ്മൾ പറയുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്റ്റെമ്മാണ് മക്കളെ? ഡൈക്കോട്ട് സ്റ്റെംസിൽ ഈ ക്യാമ്പിയം പ്രസൻ്റ് ആയിരിക്കും. എന്ത് പ്രസൻ്റ് ആണ്? ഒരു ക്യാമ്പിയം എന്ന് പറയുന്ന ആൾ പ്രസൻ്റ് ആയിരിക്കും. എന്താണ് ക്യാമ്പിയം എന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫ്ലോയം ഞാൻ പറഞ്ഞു തന്നു, സൈലോം പറഞ്ഞു തന്നു. അതായത് ഇവരൊരു കോംപ്ലക്സ് ടിഷ്യൂ ആണ് എന്നും ഇവരൊരുമിച്ചിട്ട് നമ്മൾ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞു. ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഇടക്ക്, ഓക്കെ, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് നിങ്ങൾക്ക് കാണപ്പെടുന്ന ആളാണ് മക്കളെ എന്ത്? സൈലത്തിനും ഫ്ലോയത്തിനും സെൻറ്ററിലായിട്ട് കാണുന്നയാളാണ് എന്ത്? ക്യാമ്പിയം. ക്ലിയർ ആണോ? മനസ്സിലായോ എന്താ ക്യാമ്പിയം എന്നുള്ളത്? വാസ്കുലാർ ബണ്ടിലുകൾക്കിടയിൽ എന്താ വാസ്കുലാർ ബണ്ടിൽ? സൈലോം ഫ്ലോയം. സോ വാസ്കുലാർ ബണ്ടിൽസിനിടയിൽ കാണുന്നതാണ് ക്യാമ്പിയം. ഓക്കെ, പുതിയ വേർഡല്ലേ? കേട്ടിട്ടില്ലല്ലോ ഇതുവരെ? സൈലം, ഫ്ലോയം, കോംപ്ലക്സ് ടിഷ്യൂ, ക്യാമ്പിയം. ഓക്കെ, പിന്നെന്തായിരുന്നു? വാസ്കുലാർ ബണ്ടിൽസും. സോ ഇൻ ഡൈക്കോട്ട് സ്റ്റെംസ് ക്യാമ്പിയം ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഫ്ലോയം ആൻഡ് സൈലം. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് ആര് പ്രസൻ്റ് ആണ്? ക്യാമ്പിയം പ്രസൻ്റ് ആണ്. ആരിൽ? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് ക്യാമ്പിയം പ്രസൻറ്റ്. എവിടെ? വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലായിട്ട് ക്യാമ്പിയം പ്രസൻറ്റ് ആണ്. ആൻഡ് സച്ച് വാസ്കുലാർ ബണ്ടിൽസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ക്യാമ്പിയം. ഇങ്ങനെ ക്യാമ്പിയം പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു എബിലിറ്റി ഉണ്ട്.
ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ക്യാമ്പിയം പ്രസൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ക്യാമ്പിയം പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ട്, അവർക്കൊരു എബിലിറ്റി ഉണ്ട്. എന്താണ് മക്കളെ ആ എബിലിറ്റി എന്ന് പറയുന്നത്? സെക്കൻഡറി സൈലവും അതുപോലെ തന്നെ സെക്കൻഡറി ഫ്ലോയം ടിഷ്യൂസ് ഒക്കെ ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇവർക്കുണ്ട്. സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയം ഫോം ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന ഡൈക്കോട്ട് സ്റ്റെമ്മിനുണ്ട്. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ക്യാമ്പിയം പ്രസൻ്റ് ആണ്. ക്യാമ്പിയം പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഒക്കെ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ എബിലിറ്റി ടു ഫോം സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം ടിഷ്യൂസ് ആൻഡ് ഹെൻസ് ആർ കോൾഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ്. അതുകൊണ്ട് തന്നെ ഇവരെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് എന്നാണ് വിളിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കാണുന്നത് ആരെയാണ്? ക്യാമ്പിയമാണ്. ക്യാമ്പിയത്തിൻ്റെ ഫംഗ്ഷൻ ഇവിടെ എന്താണ്? അത് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിന് എന്തുകൊണ്ട് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ അവർക്ക് ക്യാമ്പിയം പ്രസൻ്റ് ആയതുകൊണ്ടാണ്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണല്ലോ? ഇനി ഇങ്ങനെ ക്യാമ്പിയം പ്രസൻ്റ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിലിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ഓക്കെ, ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ പഠിക്കാനുണ്ട്, ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ പഠിക്കാനുണ്ട്. ക്യാമ്പിയം പ്രസൻ്റ് ആണ് എങ്കിൽ അവരെന്താണ്, ഏതാണ് മക്കളെ? ഓപ്പൺ വാസ്കുലാർ ബണ്ടിലായിരിക്കും. അവരെങ്ങനത്തെ ബണ്ടിലാണ്? ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. എങ്ങനെ? ക്യാമ്പിയം പ്രസൻ്റ് ആണെങ്കിൽ. മാറിപ്പോവരുത്, അതിനാണ് ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്. Open vascular bundle means cambium present. They can form or they have the ability to form the secondary xylem and secondary phloem. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? ഇപ്പം നമ്മൾ പറഞ്ഞത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിനാണല്ലോ ഈ പറയുന്ന ക്യാമ്പിയം ഉള്ളത്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോണോകോട്ടിൻ്റെ കേസിൽ ദ വാസ്കുലാർ ബണ്ടിൽസ് ഹാവ് നോ ക്യാമ്പിയം. വാസ്കുലാർ ബണ്ടിൽസിൽ എന്തില്ല? ക്യാമ്പിയം പ്രസൻ്റ് അല്ല. ദാറ്റ് മീൻസ് അവർ ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണോ? അല്ല. അവർക്ക് സെക്കൻഡറി സൈലവും ഫ്ലോയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റത്തില്ല. സോ ദീസ് ആർ നോൺ ആസ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലാണ് മക്കളെ മോണോകോട്ടിൽ. ഡൈക്കോട്ടിലാണ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. സോ ഹിൻസ് ദേ ഡു നോട്ട് ഫോം സെക്കൻഡറി ടിഷ്യൂസ് ആൻഡ് ദേ ആർ റെഫേർഡ് ടു ആസ് ക്ലോസ്ഡ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, എന്താണ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അറേഞ്ച്മെൻറ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവരുടെ അറേഞ്ച്മെൻറ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ റേഡിയൽ അറേഞ്ച്മെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? എന്താണ് റേഡിയൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് റേഡിയയിൽ ഈ പറയുന്ന സൈലത്തിനെയും ഫ്ലോയത്തിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് റേഡിയൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സി, ഇതാണ് നമ്മളുടെ സൈലം. ഈ റെഡ് ആണല്ലോ സൈലം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇവർ ഒരേ റേഡിയയിലാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അല്ല, ഡിഫറെൻറ്റ് റേഡിയയിലാണ്. ഒന്ന് ഈ ഒരു റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒന്ന് ഈ ഒരു റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ മക്കളെ? ഒന്ന് ഇങ്ങനെയും ഒന്ന് അടുത്തൊരു റേഡിയയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് റേഡിയയിലല്ലേ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഡിഫറെൻറ്റ് റേഡിയയിലല്ലേ മക്കളെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് റേഡിയൽ. നേരെ ഓപ്പോസിറ്റാണ് മിക്ക ആളുകളും വിചാരിക്കുക. ഒരേ റേഡിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളവരെയാണ് റേഡിയൽ എന്ന് വിളിക്കും. അങ്ങനെയല്ല. ദാറ്റ് ഈസ് എ വെരി ഇൻകറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം ഇൻ ഡിഫറെൻറ്റ് റേഡിയ ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ റേഡിയൽ. ഓക്കെ, അവരെ വിളിക്കുന്ന പേരാണ് റേഡിയൽ എന്ന് പറയാം. ആൻഡ് സച്ച് ആസ് ഇൻ റൂട്ട്സ്, അതെവിടെയാണ് കാണുന്നത്? ഈ റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നത് ആരിലാണ്? റൂട്ട്സിലാണ് കാണാം. ആർ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ആർ ഓർത്ത് വയ്ക്കുക. റേഡിയൽ എവിടെയാണ് ഉണ്ടാവുക? റൂട്ട്സിലാണ് ഉണ്ടാവുക. റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എവിടെയാണ് മക്കളെ ഉണ്ടാവുക? റൂട്ട്സിലാണ് ഉണ്ടാവുക. ഓർത്ത് വെക്കണം, മാറിപ്പോവരുത്. ആർ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആർ ഓർത്ത് വയ്ക്കുക. ഇനി സ്റ്റെമ്മിൽ മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് സ്റ്റെം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് നമുക്ക് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നത്. മോണോകോട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആകുമ്പം അവർക്ക് സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവിടെ ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. നമ്മളുടെ ഡൈക്കോട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമ്പിയം പ്രസൻ്റ് ആണ്. ക്യാമ്പിയം പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ വെൻ സൈലം ആൻഡ് ഫ്ലോയം വിതിൻ എ വാസ്കുലാർ ബണ്ടിൽ ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഓൾട്ടർനേറ്റ് മാനർ അലോങ് ഡിഫറെൻറ്റ് റേഡിയായി. ഓൾട്ടർനേറ്റ് മാനറിൽ ഡിഫറെൻറ്റ് റേഡിയയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ.
എക്സാമ്പിൾ റൂട്ട്. എവിടെയാണ് മക്കളെ ഇത് കാണുന്നത്? റൂട്ടിലാണ് കാണുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി നിങ്ങൾ അടുത്ത് അറിയേണ്ട കാര്യം, ഞാൻ പറഞ്ഞു വാസ്കുലർ ബണ്ടിൽസ് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ, രണ്ടാമത്തേത് പറയുന്നത് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ, മൂന്നാമത്തേതാണ് കൺജോയിൻറ്റ്. ഇനി കൺജോയിൻറ്റ് ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസിന് എങ്ങനെയാണ് മക്കളെ? ദാറ്റ് ഈസ് xylem and phloem are jointly situated along the same radii of vascular bundles. ഒരേ റേഡിയയിൽ ജോയിൻ്റ്ലി സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന സൈലവും ഫ്ലോയും. ഒരേ റേഡിയയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് മക്കളെ സൈലവും ഫ്ലോയും. ക്ലിയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് കൺജോയിൻറ്റ് ടൈപ്പ് എന്ന് പറയും. എങ്ങനെയാണ്? കൺജോയിൻറ്റ് ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ആൻഡ് സച്ച് വാസ്കുലർ ബണ്ടിൽസ് ആർ കോമൺ ഇൻ സ്റ്റെംസ് ആൻഡ് ലീവ്സ്. സോ റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് റൂട്ടിലും കൺജോയിൻറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് സ്റ്റെമ്മിലും ലീഫിലുമാണ് കാണുക. കൺജോയിൻറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് സ്റ്റെമ്മിലും ലീഫിലുമാണ് കാണുന്നത്. മാറിപ്പോവില്ലല്ലോ. RR റൂട്ട് റേഡിയൽ, അത് ഓർത്ത് വയ്ക്കുക. ബാക്കി 2 പേർക്കും കൺജോയിൻറ്റ് ടൈപ്പാന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അപ്പോൾ മറ്റേ നിങ്ങൾക്ക് ഓർമ്മ വന്നോളും. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ് യൂഷ്വലി ഹാവ് ദ ഫ്ലോയം ലൊക്കേറ്റഡ് ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദ സൈലം. സൈലത്തിൻ്റെ പുറത്തേക്കാണ് ഫ്ലോയം പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. സൈലത്തിൻ്റെ പുറത്തേക്കാണ് ഫ്ലോയം പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. സി, ഇതാണ് നമ്മുടെ സൈലം. ഈ റെഡ് ആണല്ലോ സൈലം. സൈലത്തിൻ്റെ പുറത്താണ് ആരുള്ളത്? ഫ്ലോയം പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനത്തെ കണ്ടീഷനെയാണ് നമ്മൾ കൺജോയിൻ്റ് എന്ന് വിളിക്കുക. ഈ കൺജോയിൻ്റ് ആണ് മക്കളെ, സി, ഈ കൺജോയിൻ്റ് ആണ് ക്ലോസ്ഡും അതുപോലെ തന്നെ ഓപ്പണും ഉള്ളത്. കൺജോയിൻ്റ് ആണ് ക്ലോസ്ഡും ഓപ്പണും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലോസ്ഡും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പണും ഉണ്ട് കൺജോയിൻ്റ്. ക്ലിയർ? ഓക്കെ, നമ്മൾ കൺജോയിൻറ്റിൽ ക്ലോസ്ഡ് ഓപ്പണും വരുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ പറഞ്ഞ റേഡിയലാണ്. റേഡിയൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഓപ്പൺ ക്ലോസ്ഡ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. റേഡിയൽ ഇത്രയേ ഉള്ളൂ. ഡിഫറെൻറ്റ് റേഡിയയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെവിടെ? റൂട്ടിലാണ് ആ ഒരു കണ്ടീഷൻ കാണിക്കുക. അവരെയാണ് നമ്മൾ റേഡിയൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സെയിം മാനറിൽ, പക്ഷേ ഫ്ലോയം സൈലത്തിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സൈലത്തിൻ്റെ ഔട്ടർ സൈഡിലാണ് ഫ്ലോയം എങ്കിൽ അവരെയാണ് നമ്മൾ കൺജോയിൻ്റ് എന്ന് വിളിക്കുക. ഈ കൺജോയിൻറ്റിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഓപ്പൺ ക്ലോസ്ഡ് ടൈപ്പ് ഒക്കെ ഉള്ളത്. ഓപ്പൺ ടൈപ്പ് എന്ന് പറയുമ്പം അവിടെ ക്യാമ്പിയം പ്രസൻ്റ് ആയിരിക്കും. ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പം അവിടെ ക്യാമ്പിയം ആബ്സെൻ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് ഈ ഒരു ഡയഗ്രാം നമുക്ക് അനലൈസ് ചെയ്തുകൂടെ? ഫസ്റ്റത്തെ കേസ് നോക്കൂ മക്കളെ. ഇവിടെ ക്യാമ്പിയം പ്രസൻ്റ് ആണോ? ഫ്ലോയം ഉണ്ട്, സൈലുണ്ട്. ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ക്യാമ്പിയം പ്രസൻ്റ് ആണോ? അല്ലേ? ക്യാമ്പിയം പ്രസൻ്റ് അല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ്? ക്ലോസ്ഡ് ടൈപ്പാണ്. ക്ലോസ്ഡ് കൺജോയിൻറ്റ് ടൈപ്പാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഫ്ലോയം, ഇത് സൈലം. ഇവർക്കിടയിൽ ക്യാമ്പിയം പ്രസൻ്റ് ആണ്. ക്യാമ്പിയം പ്രസൻ്റ് ആണ് മീൻസ് ക്യാമ്പിയം പ്രസൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ ആദ്യം അറിയേണ്ടത് സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡറി ടിഷ്യൂസ് ഇവർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലോയത്തിനും സൈലത്തിനും ഇടയ്ക്ക് ക്യാമ്പിയം പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇവരെന്താണ്? ഓപ്പൺ ടൈപ്പാണ്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. എന്ത് ഓപ്പണാണ്? കൺജോയിൻറ്റ് ഓപ്പൺ ആണ്. കൺജോയിൻറ്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ക്ലിയർ ആയോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയാണ് നമുക്ക് ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഈസി അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പഠിക്കാൻ? ആ എപ്പിഡെമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം വെരി ഈസി. ആൻഡ് ദെൻ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, അവിടെ ഒന്നും മാറാനില്ല. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്ക് ഒന്നും മാറാനില്ല. അത് നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചാൽ അതവിടെ കിടന്നോളും, സ്റ്റോർഡ് ആയിക്കോളും. ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കോർ പോർഷനിലോട്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് റൂട്ടും, ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും, ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും, ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഇവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിലെ മെയിൻ കോർ പോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതിലോട്ടാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ ഹിയർ വി ഗോൺ സ്റ്റാർട്ട് ദാറ്റ് about the root. നമ്മൾ ആദ്യം പഠിക്കുന്നത് റൂട്ടിനെ പറ്റിയിട്ടാണ്. സോ anatomy of dicotyledonous and monocotyledonous plants. For a better understanding of tissue organization of roots, stem and leaf, it is convenient to study the transverse sections of the mature zones of these organs. ഈ ഓർഗൻസിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഇൻറ്റേർണൽ പോർഷൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ?
കഴിയോ? കാരണം അത് ഒബ്സർവബിൾ ക്യാരക്ടറാണോ? ഓർത്ത് നോക്കിയേ, ഞാൻ എന്താണ് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിലും മോർഫോളജിയിലെ തുടക്കത്തിലൊക്കെ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിനെ പഠിക്കുന്നതാണ് മോർഫോളജി. അത് നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. അറ്റ് ദ സെയിം ടൈം അനാറ്റോമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സ്, റൈറ്റ്? ഇങ്ങനെ ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ വി ഹാവ് ടു ഗെറ്റ് സെക്ഷൻ ദാറ്റ് പ്ലാന്റ്. ആ ഒരു പ്ലാന്റിനെ സെക്ഷൻ ചെയ്ത് അതിനെ അനാറ്റമി പഠിക്കുക, അല്ലെങ്കിൽ അതിന് ട്രാൻസ്ഫർ സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അനാറ്റമി ത്രൂ മൈക്രോസ്കോപ്പോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ സൈലം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിലെ ഫ്ലോയം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു ഓർഗൻ്റെ മെച്യൂർ സോൺ എടുത്തിട്ട് അതിന് ട്രാൻസ്ഫർ സെക്ഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? സോ ഹിയർ വി ഗോണ ലേൺ ദ ഡൈക്കോട്ട് റൂട്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണ്? ഡൈക്കോട്ട് റൂട്ടിനെ പറ്റിയിട്ടാണ്. സോ ഇതാണ് നമ്മളുടെ ഡൈക്കോട്ട് റൂട്ടിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഡൈക്കോട്ട് റൂട്ടിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ വി ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് ഓക്കെ, വി നോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഈസി. ബട്ട് നിങ്ങൾ സ്റ്റെമ്മും റൂട്ടും ലീഫും പഠിച്ചു കഴിഞ്ഞാൽ ലീഫിൽ നിങ്ങൾക്ക് മാറാനൊരു ചാൻസും ഇല്ല. അതായത് ഈ പറയുന്ന സ്റ്റെമ്മും റൂട്ടുമായിട്ട് ലീഫ് മാറാനൊരു ചാൻസും ഇല്ല. അറ്റ് ദ സെയിം ടൈം സ്റ്റെമ്മും റൂട്ടും തമ്മിൽ മാറാൻ ചാൻസ് ഉണ്ട് കുറേ പേർക്ക്. അതിലെ തന്നെ ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിൽ മാറും, ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും തമ്മിൽ മാറും. ഓക്കെ, അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ ലൈനും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, ഡയഗ്രാം വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, നമ്മളിവിടെ എങ്ങനെയാണ് പഠിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഡയഗ്രാം വെച്ചിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞ് ഓരോ ലെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇറ്റ് ഷോസ് ദ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് സൺഫ്ലവർ റൂട്ട്. ഇത് എന്തിൻ്റെതാണ് മക്കളെ? സൺഫ്ലവർ റൂട്ടിൻ്റെതാണ്. ഇറ്റ് ഷോസ് ദ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് സൺഫ്ലവർ റൂട്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് റൂട്ടിനെ പറ്റിയിട്ടാണ്. സോ നമ്മളുടെ ബയോളജി ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് സൺഫ്ലവർ റൂട്ടാണ്. സോ ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡൈക്കോട്ട് റൂട്ടാണ് പഠിക്കുന്നത്. ഇവരുടെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എപ്പിബ്ലെമ എന്ന് പറയും. ആദ്യത്തെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എപ്പിബ്ലെമ. ക്ലിയർ ആണോ? ദ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിബ്ലെമയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓരോ പോയിന്റുകളും ഞാൻ നമ്പർ ചെയ്തിട്ട് പഠിപ്പിക്കുകയാണ്. ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്ന് അറിയണം. എന്തിനെ പറ്റിയാണ് മക്കളെ പഠിക്കുന്നത്? ഡൈക്കോട്ട് റൂട്ടിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എപ്പിബ്ലെമ. ഓക്കെ, എപ്പിബ്ലെമ. ആൻഡ് മെനി സെൽസ് ഓഫ് ദി എപ്പിബ്ലെമ പ്രൊട്രൂഡ് ഇൻ ദ ഫോം ഓഫ് യൂണിസെല്ലുലാർ റൂട്ട് ഹെയർസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റെമ്മിൻ്റെ ഹെയറിനെ വിളിക്കുന്ന പേരാണ് ട്രൈക്കോംസ് എന്നും റൂട്ടിൻ്റെ കേസിൽ അവരുടെ ഹെയറിനെ പറയുന്നതാണ് റൂട്ട് ഹെയർസ് എന്നും. ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന റൂട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവരുടെ ഹെയറിനെ വിളിക്കുന്ന പേര് റൂട്ട് ഹെയർ എന്നാണ്. ഈ റൂട്ട് ഹെയറിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ. ഇത് പറഞ്ഞതല്ലേ നമ്മൾ നേരത്തെ? യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ അത്ര തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈ എപ്പിബ്ലെമയിൽ നിന്നാണ് ആ ഒരു പ്രൊട്രൂഡിങ് വരെ. എന്ത് പ്രൊട്രൂഡിങ് നിന്നാണ് അവിടുന്ന് എറേസ് ചെയ്യുക. എന്ത്? യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ കോൾഡ് റൂട്ട് ഹെയർ. അതാണ് മക്കളെ റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? 2 പോയിന്റ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് എപ്പിബ്ലെമ. എപ്പിബ്ലെമ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ലെയർ. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൂട്ട് ഹെയർ ആണ്. സെക്കൻഡ് വൺ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് റൂട്ട് ഹെയർ. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ റൂട്ട് ഹെയർ. പോയിന്റ് ഇട്ടിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ആണ് കോർട്ടെക്സ്. ഓക്കെ, കോർട്ടെക്സിൽ പെരിസൈക്കിൾ, പിത്ത്, അതുപോലെ തന്നെ സ്റ്റെം, ഇവരിലൊക്കെയാണ് ആര് കാണുന്നതെന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ആര് കാണുന്നത് പറഞ്ഞിട്ടുണ്ട്? ടിഷ്യൂസ്, സിമ്പിൾ സെൽസ്. ഓർക്കുന്നുണ്ടോ? പാരങ്കൈമാറ്റസ് സെൽസ് എവിടേക്കാണ് കാണുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ മക്കളെ? ഈ പറഞ്ഞ കോർട്ടെക്സിലും അതുപോലെ പെരിസൈക്കിളിൽ, സ്റ്റെമ്മിലൊക്കെ ഈ പാരങ്കൈമാറ്റസ് സെൽസ് കാണുന്നുള്ളത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? സോ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. കോർട്ടെക്സ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മുടെ തേർഡ് പോർഷൻ. ഫസ്റ്റത്തത് എപ്പിബ്ലെമ കഴിഞ്ഞു, റൂട്ട് ഹെയർ കഴിഞ്ഞു. ഇനി നമ്മൾ കോർട്ടെക്സ് ആണ് പറയാൻ പോകുന്നത്. ഈ കോർട്ടെക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കുറേ ലെയേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഈ ലെയേഴ്സിൻ്റെ പ്രത്യേകത ഇതിൽ ആരാണുള്ളത്? ഏത് കൈൻഡ് ഓഫ് സെൽസ് ആണുള്ളത്? സിമ്പിൾ ടിഷ്യൂ സെൽസ് ആണുള്ളത്, പാരങ്കൈമാറ്റസ് സെൽസ്. ഈ പാരങ്കൈമാറ്റസ് സെൽസിൻ്റെ പ്രത്യേകത അത് തിൻ വാൾഡ് ആണ്.
ഓക്കെ, സോ അതിവിടെ പറയുന്നുണ്ട്, ദ കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ്. തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസിൻ്റെ കുറേ ലെയർ അടങ്ങിയതാണ് മക്കളെ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ തേർഡ് പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസ്. ഇവർക്ക് എന്തുണ്ട്? ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണ്. സോ ഞാൻ വീണ്ടും പറയാണ്, ഡൈക്കോട്ട് റൂട്ടിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഡൈക്കോട്ട് റൂട്ടിനെ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എപ്പിബ്ലമയാണ്. എപ്പിബ്ലമ. ആൻഡ് അതിൽ നിന്നും എറേസ് ചെയ്യുന്ന എപ്പിബ്ലമയാണ് നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു. ഇനി ആ ഔട്ടർ മോസ്റ്റ് ലെയറിൽ നിന്നും എന്ത് പ്രൊട്രൂഡ് ചെയ്യും പുറത്തോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? റൂട്ട് ഹെയർ പ്രൊട്രൂഡ് ചെയ്യും. എന്താണ്? റൂട്ട് ഹെയർ പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഇങ്ങനെ റൂട്ട് ഹെയർ പ്രൊട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ അടുത്തത് അതിന് നേരെ താഴോട്ട് ഇറങ്ങാണ്. ഫസ്റ്റത്തെ ലെയർ കഴിഞ്ഞു, അതിൽ നിന്ന് മേലോട്ട് പൊങ്ങുന്ന ആളെയും പറഞ്ഞു. അടുത്തതാണ് നമ്മളുടെ കോർട്ടെക്സ്. ഓക്കെ, ദ തേർഡ് വൺ എന്ന് പറയുന്നതാണ് കോർട്ടെക്സ്. കോർട്ടെക്സ് എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് പാരങ്കൈമ സെൽസിനെയാണ്. കാരണം ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ കോർട്ടെക്സിൽ സെവറൽ ലെയർഡ് ആണെന്ന് പറഞ്ഞു. ഈ സെവറൽ ലെയേഴ്സിൽ ആരാണുള്ളത്? പാരങ്കൈമ സെൽസ് ആണുള്ളത്. ഈ പാരങ്കൈമ സെൽസിൻ്റെ പ്രത്യേകത ദേ ആർ തിൻ വാൾഡ്. ഇവരെങ്ങനെയാണ്? തിൻ വാൾഡ് പാരങ്കൈമ സെൽസ് ആണ്. ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണ് മക്കളെ? ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണ്. ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണ്. സി, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളുടെ എപ്പിബ്ലമ ഉണ്ട്. ഇതാണ് നമ്മളുടെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ കോർട്ടെക്സ്. ഈ കോർട്ടെക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു വൈറ്റ് സ്പേസ് ഇങ്ങനെ? സി, ഇതൊക്കെ നമ്മളുടെ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആണ്. മനസ്സിലായോ? മനസ്സിലായി എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതെന്നുള്ളത്? ക്ലിയർ ആണോ മക്കളെ? എന്തുകൊണ്ടാണ് ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞത്? കാരണം ഈ കോർട്ടെക്സിലെ ഈ പാരങ്കൈമ സെൽസിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സ്പേസ് കാണുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഇൻ്റർ സെല്ലുലാർ സ്പേസ്. ദിസ് ഈസ് ദ ഇൻ്റർ സെല്ലുലാർ സ്പേസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ മക്കളെ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് അടുത്തത്. ഇന്നർ മോസ്റ്റ് ലെയർ ആണ് നമ്മുടെ ഫോർത്ത് വൺ, ദാറ്റ് ഈസ് എൻഡോഡെർമിസ്. ക്ലിയർ ആയോ? ഇന്നർ മോസ്റ്റ് ലെയർ ആണ് നമ്മളുടെ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഈ എൻഡോഡെർമിസ് എങ്ങനെയാണ് ഉണ്ടാവുക? അവർക്കൊരു സിംഗിൾ ലെയർ ഓഫ് സെല്ലാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞ കോർട്ടെക്സിന് കുറേ ലെയർ ഓഫ് സെൽസ് ഉണ്ടായിരുന്നു. എന്ത് സെൽസ് ആണ്? പാരങ്കൈമ സെൽസ്. അറ്റ് ദി സെയിം ടൈം നമ്മളുടെ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോഡെർമിസിന് എന്ത് ലെയർ ഓഫ് സെല്ലാണ്? സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. അതിന് ഷേപ്പ് എന്താണ്? ദാറ്റ് ഈസ് ബാരൽ ഷേപ്ഡ് ആണ്. സിംഗിൾ ലെയർ ഓഫ് സെല്ലാണ്, ബാരൽ ഷേപ്ഡ് ആണ്. ക്ലിയർ ആണോ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബാരൽ ഷേപ്ഡ് സെൽസ് വിതൗട്ട് എനി ഇൻ്റർ സെല്ലുലാർ സ്പേസ്. അപ്പം ഇൻ്റർ സെല്ലുലാർ സ്പേസ് രണ്ട് രീതിക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു. ഒരു സ്ഥലത്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻറ്റ് ആണെന്നും പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആണെന്നും പറഞ്ഞു. ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടെക്സ് ആണ്. അവിടെ പാരങ്കൈമ സെൽസ് ആണ് ഉള്ളത്. ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? എന്താണ് ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഏരിയ? ഏതായിരുന്നു മക്കൾ പറഞ്ഞേ? ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആവുന്നത് ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോഡെർമിസിലാണ്. കാരണം എൻഡോഡെർമിസിൻ്റെ സെൽസ് എങ്ങനത്തെ സെല്ലാണ്? സിംഗിൾ ലെയർഡ് ബാരൽ സെൽസ് ആണ്. ബാരൽ ഷേപ്ഡ് സെൽസ് ആണ് എൻഡോഡെർമിസിനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം. സി, ഇതാണ് നമ്മളുടെ എൻഡോഡെർമിസ്. ഈ എൻഡോഡെർമിസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് നിൽക്കുന്നത് നോക്ക് മക്കളെ. ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ നമ്മുടെ എൻഡോഡെർമിസിൻ്റെ ഷേപ്പ് നിൽക്കുന്നത്? ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? സോ ബാരൽ ഷേപ്ഡ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് കാണാൻ പറ്റുന്നുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സ്പേസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? നിങ്ങൾ തന്നെ നോക്ക് മക്കളെ. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്പേസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ കുറേ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് കോർട്ടെക്സിൽ ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണെന്നും നമ്മളുടെ ഈ പറയുന്ന എൻഡോഡെർമിസിൽ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആണെന്നും പറഞ്ഞു. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? ഇന്നർ മോസ്റ്റ് ലെയർ ഏതാണ്? എൻഡോഡെർമിസ്. ഓക്കെ, സോ ഇതും കഴിഞ്ഞു, എപ്പിഡെർമിസ് കഴിഞ്ഞു, റൂട്ട് ഹെയർ കഴിഞ്ഞു. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇതിൽ കോർട്ടെക്സിലെ സെൽസിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ നമ്മളുടെ എൻഡോഡെർമിസിൻ്റെ സെൽസിൻ്റെ ഇമ്പോർട്ടൻസും ഇവർക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒരു സ്ഥലത്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണ്, ഒരു സ്ഥലത്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആണ്. ഇത് ഓർത്ത് വയ്ക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഷേപ്പ് ഓഫ് ദി സെൽസ് ഓർത്ത് വെക്കണം. പാരങ്കൈമാറ്റസ് സെൽസ് ആണ് എവിടെയുള്ളത്?
എപ്പിഡെർമിസിലുള്ളത്, കോർട്ടെക്സിലുള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോഡെർമിസിലെ സെൽസിൻ്റെ ഷേപ്പ് എന്താണ്? ബാരൽ ഷേപ്ഡ് സെൽസ് ആണ്. ക്ലിയർ ആണോ? Okay, the tangential as well as radial walls of the endodermal cells have a deposition of water impermeable waxy material suberin in the form of Casparian strips. ഇനി ഇവരുടെ endodermal cells in the wall, okay, that may be tangential or it has radial walls, it have a deposition of water impermeable waxy layer. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഇംപെർമിയബിൾ വാക്സി മെറ്റീരിയൽ, അതിൻ്റെ പേരാണ് സ്യൂബറിൻ. വാട്ടർ ഇംപെർമിയബിൾ വാക്സി മെറ്റീരിയൽ ആണ് മക്കളെ സ്യൂബറിൻ. ഓക്കെ, ഈ സ്യൂബറിൻ്റെ പ്രത്യേകത, ഇവരെന്ത് ഫോമിലാണ് ഉണ്ടാവുക? കാസ്പേരിയൻ സ്ട്രിപ്സിൻ്റെ ഫോമിലാണ് ഇവരെ കാണുന്നത്. കാസ്പേരിയൻ സ്ട്രിപ്സിൻ്റെ ഫോമിലാണ് ഇവരെ കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? കാസ്പേരിയൻ സ്ട്രിപ്സിൻ്റെ ഫോമിൽ കാണുന്നത് ആരെയാണ്? വാക്സി ഇംപെർമിയബിൾ മെറ്റീരിയൽ ആയിട്ടുള്ള സ്യൂബറിനെയാണ്. ക്ലിയർ ആണോ മക്കളെ? ഇവരെവിടെയാണ് കാണുന്നത്? എവിടെയാണ് ഇവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഈ എൻഡോഡെർമൽ സെൽസിൻ്റെ ലെയറിലായിട്ടാണ് ഇവരെ കാണുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പം നമ്മളുടെ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോഡെർമിസ് കഴിഞ്ഞു. ഇനി ഈ എൻഡോഡെർമിസിൻ്റെ അടുത്തായിട്ട് കുറേ ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാരങ്കൈമാറ്റസ് സെൽസ് ആയിരിക്കും. ഓക്കെ, തിക്ക് വാൾഡും ആയിരിക്കും. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഈ എൻഡോഡെർമിസിൻ്റെ അടുത്തായിട്ട് ഇറ്റ് ലൈസ് എ ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ് റെഫർ ടു ആസ് പെരിസൈക്കിൾ. ഓർക്കുന്നുണ്ടോ? പാരങ്കൈമാറ്റസ് സെൽസ് എവിടേക്കാണ് കാണുക? നേരത്തെ നമ്മൾ പഠിച്ചത് എവിടേക്കായിരുന്നു? കോർട്ടെക്സിലുണ്ടായിരുന്നു, പെരിസൈക്കിളിലുണ്ട്, പിത്തുണ്ട്, മെഡുലറി റേസിലുണ്ട്, പിന്നെ ഏതോ ഒരു പോർഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു പോർഷൻ? ദാറ്റ് ഈസ് പ്രൈമറി സ്റ്റെം. ക്ലിയർ? പ്രൈമറി സ്റ്റെമ്മിലും പിന്നെ ഈ നേരത്തെ പറഞ്ഞ പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ്, കോർട്ടെക്സ്, ഇവിടെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ കോർട്ടെക്സ് നമ്മൾ പറഞ്ഞു, അവിടെ പാരങ്കൈമാറ്റസ് സെൽസ് ആണ്, ഇൻഡർസെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ എൻഡോഡെർമിസിൻ്റെ തൊട്ടടുത്തുള്ള പെരിസൈക്കിളാണ്. അപ്പോൾ പെരിസൈക്കിളിൽ ഏത് സെല്ലായിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പഠിച്ചൊരു കുട്ടീനെ സംബന്ധിച്ച് ഓൾറെഡി അറിയാം, അവിടെ പാരങ്കൈമാറ്റസ് സെൽസ് ആണ് വരിക. ഏത് സെല്ലാണ് മക്കളെ? പാരങ്കൈമാറ്റസ് സെല്ലാണ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അതെങ്ങനെയായിരിക്കും? തിക്ക് വാൾഡ് ആയിരിക്കും. നമുക്ക് നോക്കാമല്ലോ പെരിസൈക്കിൾ ഏതാണ് ഇതിൽ? ഇതാണ് നമ്മുടെ പെരിസൈക്കിൾ. സി, ഇതാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. കാണുന്നില്ലേ മക്കളെ? ദിസ് ഈസ് ദ പെരിസൈക്കിൾ. അപ്പം ഇവിടുത്തെ സെൽ എങ്ങനെയാണ്? ദേ ആർ പാരങ്കൈമാറ്റസ് സെൽസ്. അവരെങ്ങനെയാണ് മക്കളെ? പാരങ്കൈമാറ്റസ് സെൽസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് തിക്ക് വാൾഡ്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പഠിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് വരും. അവിടെ പഠിച്ച ഒരാൾക്ക് ഇവിടെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടുത്തെ പെരിസൈക്കിളിൽ ഇനി അതാണ് സെല്ല് എന്നൊന്നും വീണ്ടും പുതിയതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കുക. ഇനീഷ്യേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലാർ കാമ്പിയം ഡ്യൂറിങ് ദ സെക്കൻഡറി ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഇൻ ദീസ് സെൽസ്. സി, ദിസ് ഇസ് എ ഡൈക്കോട്ട് റൂട്ട്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സെക്കൻഡറി ടിഷ്യൂസ് എറൈസ് ചെയ്യുന്നുണ്ട് എന്നാണ്. സെക്കൻഡറി ടിഷ്യൂസ് എറൈസ് ചെയ്യുമ്പം ദാറ്റ് മീൻസ് ഇവരുടെ വാസ്കുലാർ ക്യാമ്പി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലാറ്ററൽ റൂട്ട്സ് ഒക്കെ എറൈസ് ചെയ്യുന്നുണ്ട്. എപ്പോൾ? സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് എറൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പം ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം? ക്യാമ്പിയം കാണിക്കുന്നുണ്ട്. എന്നാൽ മാത്രമല്ലേ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ക്യാമ്പിയം ഇല്ലെങ്കിൽ അവിടെ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടോ മക്കളെ? ഇല്ല. അതുകൊണ്ടാണ് അവരെ നമ്മൾ ക്ലോസ്ഡ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് പെരിസൈക്കിളിലും പിത്തിലും കോർട്ടെക്സിലും, ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും പറയാണ്, പെരിസൈക്കിൾ, പിത്ത്, കോർട്ടെക്സ്, അതുപോലെ തന്നെ പ്രൈമറി സ്റ്റെംസ്, ഇവിടെയൊക്കെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? പാരങ്കൈമാറ്റസ് സെൽസ് കാണാൻ പറ്റുന്നത്. പെരിസൈക്കിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കോർട്ടെക്സും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് പിത്തിനെ പറ്റിയിട്ടാണ്. സോ ദ പിത്ത് ഈസ് സ്മോൾ ഓർ ഇൻകോൺസ്പിക്യസ്. പിത്ത് എങ്ങനെയാണ്? ഭയങ്കര സ്മോൾ ആണ്, ഇൻകോൺസ്പിക്യസ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ഇസ് ദ പിത്ത്. ഓക്കെ, ആ പിത്ത് എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്യസ്. ഇവിടുത്തെ സെൽസ് നേരത്തെ പറഞ്ഞതാണ്. ഏത് സെൽസ് ആയിരിക്കും? പാരങ്കൈമാറ്റസ് സെൽസ് ആയിരിക്കും. പുതിയതായിട്ട് പഠിക്കണോ ഇനി? വേണ്ട. സോ ദ പാരങ്കൈമാറ്റസ് സെൽസ് വിച്ച് ലൈ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കാണുന്ന പാരങ്കൈമാറ്റസ് സെൽസ്, അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ കൺജക്റ്റീവ് ടിഷ്യൂ. അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? കൺജക്റ്റീവ് ടിഷ്യൂ. സോ നമ്മൾ കോർട്ടെക്സ് കഴിഞ്ഞു, എൻഡോഡെർമിസ് 4th പോയിന്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ഇനി അടുത്തത് കാസ്പാരിയൻ സ്ട്രിപ്സ്, അല്ലെങ്കിൽ നമ്മളുടെ സ്യൂബറിൻ എന്ന് പറയാം. അതെന്താണ്? 5th പോയിന്റ്, പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒന്ന്. അടുത്തത്
പെരിസൈക്കിൾ, ദാറ്റ് ഈസ് ദ 6th പോയിന്റ്. ആൻഡ് 7th പോയിന്റ് ആണ് മക്കളെ കൺജക്റ്റീവ് ടിഷ്യൂ. 7th പോയിന്റ് പിത്ത് ആൻഡ് 8th പോയിന്റ് ആണ് കൺജക്റ്റീവ് ടിഷ്യൂ. സോ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കാണുന്ന പാരങ്കൈമാറ്റസ് സെൽസ് ഉണ്ടല്ലോ, ഇവിടെ പാരങ്കൈമാറ്റസ് സെൽസ് ആണ് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. സോ ഇവർക്കിടയിൽ കാണുന്ന ഈ ഒരു പാരങ്കൈമാറ്റസ് സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺജക്റ്റീവ് ടിഷ്യൂ. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. സോ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കാണുന്ന പാരങ്കൈമാറ്റസ് സെൽസ് ആണ് മക്കളെ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ആർ 2 to 4 xylem and phloem patches. ഡൈക്കോട്ട് റൂട്ടിൽ എത്ര സൈലം ഫ്ലോയം പാച്ചസ് ഉണ്ട് മക്കളെ? ഡൈക്കോട്ട് റൂട്ടിൽ 2 to 4 xylem and phloem പാച്ചസ് ആണുള്ളത്. 2 to 4 xylem and phloem പാച്ചസ് ആണ് നമുക്ക് ഡൈക്കോട്ട് റൂട്ടിലുള്ളത്. അത് അടുത്തൊരു പോയിന്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം, 9th പോയിന്റ്. ഡൈക്കോട്ട് റൂട്ടിൽ 2 to 4 ആണ് xylem and phloem പാച്ചസ്. ഇവിടെ നോക്ക്, അപ്പോൾ മനസ്സിലാവും എത്ര ഉണ്ട് മക്കളെ. 1 2 3 4 അതാണ് പറയുന്നത്. ഒന്നെങ്കിൽ 2 to 4 ഇതിലേതും വരാം. 2 to 4 xylem and phloem പാച്ചസ് ആയിരിക്കും നമുക്ക് ഡൈക്കോട്ട് റൂട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആൻഡ് ലേറ്റർ എ ക്യാമ്പിയം റിംഗ് ഡെവലപ്സ് ബിറ്റ്വീൻ xylem and phloem. ഈ ക്യാമ്പിയം റിംഗ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിലും നേരത്തെ മനസ്സിലാക്കി. കാരണം എന്താ? സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ക്യാമ്പിയം പ്രസൻ്റ് ആയിരിക്കണം. ക്യാമ്പിയം ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ ഈ പറയുന്ന സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പം ഒരു ക്യാമ്പിയം റിങ് ഡെവലപ്പ് ചെയ്യും, അതാണ് പറഞ്ഞത്. ആൻഡ് ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡേമിസ്. ഈ എൻഡോഡേമിസിൻ്റെ അകത്തോട്ടുള്ള ഇന്നർ സൈഡിലോട്ടുള്ള എല്ലാ ടിഷ്യൂവിനെയും ആരൊക്കെ ഉണ്ട്? എൻഡോഡേമിസ് ആണ് ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടു ദ എൻഡോഡേമിസ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ പെരിസൈക്കിൾ, പിത്ത്, കൺജക്റ്റീവ് ടിഷ്യൂ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ അകത്തോട്ടുള്ള നമ്മളുടെ പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത് ഇവരൊക്കെ കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ സ്റ്റീൽ. എന്താ വിളിക്കുക? സ്റ്റീൽ. നമ്മൾ നേരത്തെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ, ഗോഡ് സെൽസ് ആൻഡ് സബ്സിഡിയറി സെൽസ്, ഇവരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് സ്റ്റീൽ എന്ന് പറയും. സ്റ്റീൽ ആരൊക്കെ ഉണ്ടാവുക? എൻഡോഡേമിസിൻ്റെ ഇന്നർ പോർഷൻ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ സ്റ്റീൽ ഉണ്ടാവുക. അത് ഏതൊക്കെയാണ്? പെരിസൈക്കിൾ ഉണ്ട്, പിത്ത് ഉണ്ട്, അതുപോലെ തന്നെ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. ദാറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയം. കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് അവിടെയുള്ള പാരങ്കൈമാറ്റസ് സെൽസിനെ വിളിക്കുന്ന പേരാണല്ലോ, അതുകൊണ്ടാണ് മക്കളെ പറയാത്തത്. സോ ആരൊക്കെയാണ് സ്റ്റീൽ എന്നതിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ, പിത്ത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ഡൈക്കോട്ട് റൂട്ടിൽ പഠിക്കാനായിട്ട്. ആകെ മൊത്തം നമുക്ക് ഒരു 11 പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ആകെ മൊത്തം നമുക്ക് 11 പോയിൻറ്റ്സേ പഠിക്കാനുള്ളൂ. അതന്നെ ഞാൻ ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് സെൽസ്, ഏത് സെൽസാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. ഈ ഒരു ഡയഗ്രാം ഇങ്ങനെ ഓരോന്നും വരച്ച് കാണാപ്പാഠം പഠിക്കണോ? വേണ്ട, നിങ്ങൾ അപ്പുറത്തുള്ള പാരഗ്രാഫ് പഠിച്ചാൽ ഇതൊരു കുട്ടിക്ക് മനസ്സിലാകും. ഇത്ര നോക്കിയാൽ മതി. ഡൈക്കോട്ട് റൂട്ടാണോ മോണോക്കോട്ട് റൂട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് സിംപ്ലി നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ എന്നെ നോക്കി നോക്ക്. ഇപ്പം ഞാൻ പറയുന്നില്ല, മോണോക്കോട്ട് റൂട്ടും കൂടി എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് സിംപ്ലി നിങ്ങൾക്ക് മനസ്സിലാകും ഡയഗ്രാം കണ്ടാൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ് എന്നും അതിൽ നിന്നാണ് റൂട്ട് ഹെയർ ഫോം ചെയ്യുന്നത്. അതിനെ എപ്പിബ്ലെമ എന്നാണ് വിളിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഈ ഒരു പിക്ചറിൽ കറക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി പോയിൻറ്റ്സ് ഒക്കെ കത്തണം. ഓക്കെ, ഇനി അതുള്ള പോയിൻറ്റ്സ് നമുക്ക് ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം? മോണോക്കോട്ട് റൂട്ട് പഠിക്കാം. ഡൈക്കോട്ട് റൂട്ട് നമ്മൾ പഠിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഈസി അല്ലേ മക്കളെ? കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ് അനാട്ടമി എന്നൊക്കെ പറയും. ബട്ട് ഐ വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ചാപ്റ്റർ, ബട്ട് യു ഹാവ് ടു റിവൈസ് ഇറ്റ് മെനി ടൈംസ്. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പഠിച്ചൊരു സമയത്ത് അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എനിക്കൊരു സീനുമില്ല. പഠിച്ച ടഫേന്ന് ഞാൻ പഠിക്കും, എക്സാം എഴുതും, സ്കോർ വാങ്ങും. പക്ഷേ ആ ഒരു ചാപ്റ്റർ ഞാനൊരു 1 വീക്ക് കൂടുമ്പോൾ എടുത്ത് നോക്കി റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഞാൻ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഒരു മൂഡിലെത്തിയിട്ടുണ്ടാവും. ബിക്കോസ് നമുക്ക് പിന്നീട് വായിച്ച് വീണ്ടും ഓരോന്നും വായിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് അനാട്ടമി.
അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും കുറേ കമ്പാരിസൺസ് വരുന്നതുകൊണ്ടാണ്. മോണോകോട്ട് സ്റ്റെമ്മിലും മോണോകോട്ട് റൂട്ടിലും ഡൈക്കോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് റൂട്ടും ഡൈക്കോട്ട് ലീഫ് മോണോകോട്ട് ലീഫ് ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? സിമ്പിൾ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുവാണ്, ഇടയ്ക്കിടയ്ക്ക് ചാപ്റ്റർ ഒന്ന് എടുത്ത് റിവൈസ് ചെയ്താൽ മതി. അതോടുകൂടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരിക്കലും ടഫ് ചാപ്റ്റർ അല്ല കേട്ടോ അനാട്ടമി. ഈസിയസ്റ്റ് ചാപ്റ്ററാണ്. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കുറേ പോർഷൻസ് നമുക്ക് ഡിലീറ്റഡ് ആണ്. സോ നിങ്ങൾക്കാകെ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് കൊടുക്കണം. പൊടി തട്ടി കൊടുക്കുക എന്ന് പറയില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ ആണെങ്കിലും ചില ബുക്സൊന്നും നമ്മൾ തൊടാറില്ല. ചില ടെക്സ്റ്റൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ ഞാൻ അവിടെ ഉണ്ട്, നീ അവിടെ ഉണ്ട് എന്നുള്ള മൂഡ്. അപ്പം നമ്മൾ ഇടയ്ക്കൊന്നെടുത്ത് പൊടിയൊക്കെ തട്ടണം എന്ന് പറയില്ല ടീച്ചേഴ്സ് നമ്മളെടുത്ത്. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ പൊടി തട്ടേണ്ട ഒരു ചാപ്റ്ററാണ് അനാട്ടമി. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. എല്ലാവരോടും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ബിയോണ്ട് ദ ടെക്സ്റ്റ്, അതായത് നമ്മളിപ്പോൾ പോർഷനിലല്ല, അല്ലാണ്ട് ഞാൻ പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചാപ്റ്റർ എടുത്ത് വായിക്കുമ്പം നിങ്ങൾക്ക് മാക്സിമം ഒരു 20 മിനിറ്റ്സ് കൊണ്ട് വായിച്ച് തീർക്കാം. പെട്ടെന്ന് വായിക്കാൻ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. 20 to 30 മിനിറ്റ്സ് മാക്സിമം. പെട്ടെന്ന് വായിക്കാനാണ്, പഠിക്കാനല്ല പറഞ്ഞു. പഠിക്കാൻ നിങ്ങൾ എന്തായാലും കുറച്ച് ടൈം എടുത്ത് പഠിക്കണം. ഓക്കെ, സോ ബാക്ക് ടു ടോപ്പിക്. നമ്മൾ ഡൈക്കോട്ട് റൂട്ട് തീർന്നു. ഇനി നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? മോണോകോട്ട് റൂട്ടാണ്. ഇവിടെ പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. അത് നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് കണ്ടാൽ മനസ്സിലാകും. വളരെ കുഞ്ഞി പാരഗ്രാഫാണ്. തൊട്ട് മേലെ നമ്മൾ കുറച്ചധികം വലിയ പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡൈക്കോട്ട് റൂട്ടിൽ നിന്നും മോണോകോട്ട് റൂട്ട് എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു എന്നത് മാത്രമേ പഠിക്കാനുള്ളൂ. അതാകെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം എന്തായിരിക്കും മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് എന്ന് വെച്ചാൽ 2 to 4 വാസ്കുലാർ ബണ്ടിൽസ് ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണോ 2 to 4 വാസ്കുലാർ ബണ്ടിൽസേ ഉള്ളൂ? അല്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കത് വെച്ചിട്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഡയഗ്രാം. ഓക്കെ, അതിനെന്തറിയണം? ഡൈക്കോട്ടിലാണ് 2 to 4 സൈലം അല്ലെങ്കിൽ ഫ്ലോയം പാച്ചസ് വാസ്കുലാർ ബണ്ടിൽസ് ഉള്ളതെന്ന് അറിയണം. ഓക്കെ, so the anatomy of monocot is similar to dicot root in many respects. It has epidermis, cortex, endodermis, pericycle, vascular bundles and pith. ഇതൊക്കെ മേലെ പറഞ്ഞ തന്നെയാണ് ഇവിടെ ഡൈക്കോട്ട് റൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മാറ്റം എന്ന് പറയുന്നത്, they have a fewer xylem bundles. ഡൈക്കോട്ട് റൂട്ടിന് സൈലം ബണ്ടിൽസ് കുറവായിരുന്നു, 2 to 4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദേ ആർ യൂഷ്വലി മോർ ദാൻ 6. ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ, അതായത് മോണോകോട്ട് റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ യൂഷ്വലി മോർ ദാൻ 6 ആണ്. 6 കൂടുതലുണ്ടാകും. ക്ലിയർ ആണോ മക്കളെ? അവരെയാണ് നമ്മൾ പോളി ആർക്ക് കണ്ടീഷൻ കാണിക്കുന്നവരെന്ന് പറയാം. മോർ ദാൻ 6 ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് പറയും? പോളി ആർക്ക് കണ്ടീഷൻ കാണിക്കുന്നു എന്ന് പറയും. പോളി ആർക്ക് കണ്ടീഷൻ കാണിക്കുന്നു എന്ന് പറയും. ക്ലിയർ ആയോ മക്കളെ? സോ ദ xylem bundles in the monocot root shows the polyarch condition. എന്ത് കണ്ടീഷനാണ് മക്കളെ കാണിക്കുന്നത്? പോളി ആർക്ക് കണ്ടീഷനാണ് കാണിക്കുന്നത്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഡൈക്കോട്ട് റൂട്ടിൽ 2 to 4 വാസ്കുലാർ ബണ്ടിൽസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മോണോകോട്ട് റൂട്ടിലോ അവിടെ പോളി ആർക്ക് കണ്ടീഷൻ, ദാറ്റ് ഇസ് മോർ ദാൻ 6 വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ എത്രയാണ് ഇവിടെ കാണിക്കാൻ നോക്കുക? ഇവരിപ്പോൾ എത്ര കാണിച്ചേ? 1 2 3 4 5 6 7 8. ഓക്കെ, അതാ പറഞ്ഞത് മോർ ദാൻ 6. എത്രയാവാം? മോർ ദാൻ 6, ദാറ്റ് ഇസ് പോളി ആർക്ക് കണ്ടീഷൻ. ഇനി പിത്ത്, ഡൈക്കോട്ട് റൂട്ടിലെ പിത്ത് എങ്ങനെയായിരുന്നു? സ്മോൾ ആയിരുന്നു, ഇൻകോൺസ്പിക്വസ് ആയിരുന്നു. എന്നാൽ മോണോകോട്ടത്തെ പിത്ത് എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഈസ് ലാർജ്. മോണോകോട്ടത്തെ പിത്ത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ്. മോണോകോട്ടിലെത്തുമ്പം പിത്ത് ലാർജ് ആണ്, അതുപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? രണ്ടാമത്തെ ഡിഫറൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സോ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ വാസ്കുലാർ ബണ്ടിൽ ആൻഡ് ദ സെക്കൻഡ് ഡിഫറൻസ് ഈസ് അബൌട്ട് ദ പിത്ത്. ആൻഡ് തേർഡ് എന്ന് പറയുന്നതാണ് മക്കളെ അബൌട്ട് ദി സെക്കൻഡറി ഗ്രോത്ത്. മോണോകോട്ട് ആണ്, ഇവിടെ ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. മോണോകോട്ട് റൂട്ടിന് ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. ക്യാമ്പിയം ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇവർക്ക് സെക്കൻഡറി ഗ്രോത്ത് ഇല്ലാത്തത്? കാരണം ഇവർക്ക് ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. ദാറ്റ് ഈസ് മോണോകോട്ട് റൂട്ട് ഡു നോട്ട് അണ്ടർഗോ എനി സെക്കൻഡറി ഗ്രോത്ത്. ദാറ്റ് മീൻസ് എന്ത് ആബ്സെൻ്റ് ആണ് മക്കളെ? ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. ക്ലിയർ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ നമുക്ക് റൂട്ടിനെ പറ്റി പഠിക്കാൻ. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഓക്കെ, ഇവിടെ നോക്ക്,
എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്, എപ്പിഡെർമിസിൻ്റെ അതിൽ നിന്ന് റൂട്ട് ഹെയർ വരുന്നുണ്ട്, കോർട്ടെക്സ് ഉണ്ട്, അവിടെ പാരങ്കൈമാറ്റസ് സെൽസ്, ആ പാരങ്കൈമാറ്റസ് സെൽസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇന്നർ സെല്ലാർ സ്പേസ് പ്രസൻ്റ് ആണ്. അടുത്തത് എൻഡോഡെർമിസ്, ആ എൻഡോഡെർമിസിൻ്റെ ഇന്നർ പോർഷൻ ആയിട്ടുള്ള പെരിസൈക്കിൾ ഉണ്ട്, പിത്ത് ഉണ്ട്, അതുപോലെ തന്നെ വാസ്കുലർ ബണ്ടിൽസ് ആയിട്ടുള്ള ഫ്ലോയം ഉണ്ട്, സൈലം ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഇവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട, നമ്മളുടെ ടെക്സ്റ്റിൽ പറയാത്ത ഡയഗ്രത്തിൽ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് മെറ്റാഫ്ലോയം, അതുപോലെ തന്നെ മെറ്റാസൈലം, പ്രോട്ടോസൈലം. ഈ മെറ്റാസൈലവും പ്രോട്ടോസൈലവും ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒന്നാണ്. ഇതാണ് മക്കളെ നമ്മളുടെ മെറ്റാസൈലം എന്ന് പറയുന്നത്. ഇന്നർക്കാണ് മെറ്റാസൈലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്രോട്ടോസൈലം. എവിടെ? ഡൈക്കോട്ടിൽ. ഇവിടെ നോക്ക്, see, this is the metaxylem and this is the protoxylem. ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് എന്തിൽ ചോദിക്കാം? ഡയഗ്രത്തിൽ ചോദിക്കാം. മെറ്റാസൈലം, പ്രോട്ടോസൈലം. അതിനെ പറ്റിയിട്ട് ഈ സൈഡിൽ, അതായത് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ പോർഷനിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ശ്രദ്ധിക്കൂല നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡയഗ്രാം നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, നീറ്റൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഡയഗ്രാം നോക്കിയിട്ട് തന്നെ പോവാം. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ അല്ലേ? സോ നൗ വി മൂവിങ് ടു ഡൈക്കോട്ട് സ്റ്റെം, ദ സെക്കൻഡ് പോർഷൻ. അതായത് ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് റൂട്ടിനെ പറ്റിയിട്ടാണ്. ഈ റൂട്ടിനെ പറ്റിയിട്ട് പഠിക്കുക എന്ന് പറയുമ്പം ഡൈക്കോട്ട് റൂട്ടും പഠിച്ചു, മോണോക്കോട്ട് റൂട്ടും പഠിച്ചു, കമ്പയർ ചെയ്തിട്ട് പഠിച്ചു. അതിൽ ഡിഫറൻസ് മോണോക്കോട്ട് റൂട്ടിന് ആകെ ഒരു 3 ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തത് അവരുടെ സൈലം ബണ്ടിൽസ് അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഡിഫറൻസും. രണ്ടാമത്തെന്ന് പറയുന്നത് അവരുടെ പിത്ത് ലാർജാണ്, വെൽ ഡെവലപ്ഡ് ആണ്. മൂന്നാമത്തെ ക്യാമ്പിയം ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, സെക്കൻഡറി ഗ്രോത്ത് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതോടുകൂടെ നമ്മളത് ക്ലോസ് ചെയ്തു. നൗ വി ആർ ഗെറ്റിംഗ് ടു സ്റ്റെം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന മക്കളെ ഡൈക്കോട്ട് സ്റ്റെമ്മിനെ പറ്റിയിട്ടാണ്. സോ വാട്ട് എവർ യു ആർ ലേണിംഗ്, വെദർ ഇറ്റ് ഈസ് എ റൂട്ട്, ലീഫ് ഓർ സ്റ്റെം, എന്താണെങ്കിലും അതിനൊരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ് റൂട്ടിൻ്റെ? ദാറ്റ് ഈസ് എപ്പിബ്ലമ. ഇനി സ്റ്റെമ്മിലോട്ട് എത്തുന്ന സമയത്ത് ഹിയർ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഇറ്റ് ഷോസ് ദ എപ്പിഡെർമിസ്. എന്താണ് മക്കളെ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ആണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആൻഡ് കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ. സ്റ്റെമ്മാണ്, സ്റ്റെമ്മിൽ എന്ത് പ്രസൻ്റ് ആണ്? ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആണ്. റൂട്ടിനെ പറ്റി പഠിച്ചപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ക്യൂട്ടിക്കിൾ കേട്ടോ? റൂട്ട് ഡൈക്കോട്ടും പഠിച്ചു, മോണോക്കോട്ടും പഠിച്ചു. ഇത് പഠിച്ച സമയത്ത് മക്കൾ എവിടെയെങ്കിലും ഏതെങ്കിലും പോർഷനിൽ ക്യൂട്ടിക്കിൾ എന്നുള്ളൊരു വാക്ക് കേട്ടോ? പെട്ടെന്ന് പറ. ഇല്ല. എന്താണ്? നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ക്യൂട്ടിക്കിൾ ആർക്ക് ആബ്സെൻ്റ് ആണ്? ക്യൂട്ടിക്കിൾ സ്റ്റെമ്മിന് പ്രസൻ്റ് ആണ്, റൂട്ടിന് ആബ്സെൻ്റ് ആണ്. ക്യൂട്ടിക്കിൾ ഈസ് ആബ്സെൻറ്റ് ഫോർ ദ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ റൂട്ടിൽ. എന്നാൽ സ്റ്റെമ്മിൻ്റെ കേസിൽ വരുമ്പം നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ആ ക്യൂട്ടിക്കിൾ, അതായത് വാക്സി ലെയർ ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആണ്. അതെന്തിനാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണെന്നാണ് പറഞ്ഞത്? തിക്ക് ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആണ്. സോ ഇറ്റ് മേ ബിയർ ട്രൈക്കോംസ് ആൻഡ് എ ഫ്യൂ സ്റ്റൊമാറ്റ. ഈ പറയുന്ന ക്യൂട്ടിക്കിളിൽ നിന്നാണ് ട്രൈക്കോംസ്. ട്രൈക്കോംസ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെമ്മിലത്തെ ഹെയറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ട്രൈക്കോംസ്. ഇവരുടെ പ്രത്യേകത എന്താ? ട്രൈക്കോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ ലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആളാണ് ട്രൈക്കോം. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ആൻഡ് എ ഫ്യൂ സ്റ്റൊമാറ്റ. ട്രൈക്കോമും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റൊമാറ്റയും ഉണ്ട്. And the cells arranged in multiple layers between epidermis and pericycle constitute the cortex. ഇവർക്ക് കോർട്ടെക്സ് പ്രസൻ്റ് ആണ്. ഇവരുടെ കോർട്ടെക്സ് എങ്ങനെയാണ് മക്കളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? മൾട്ടിപ്പിൾ ലെയേഴ്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എപ്പിഡെർമിസിനും പെരിസൈക്കിളിനും. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, പെരിസൈക്കിൾ എന്ന് പറയുന്നത് ഇന്നർ ലെയർ ആണല്ലോ. ഈ എപ്പിഡെർമിസിനും പെരിസൈക്കിളിനും സെൻട്രൽ ആയിട്ടാണ് ആര് കാണുന്നത്? കോർട്ടെക്സ് കാണുന്നത്. ഇത് സിംഗിൾ ലെയർ ആണോ കോർട്ടെക്സ് എന്ന് പറയുന്നത്? അല്ല, ഇറ്റ് ഈസ് മൾട്ടി ലെയർഡ്. കോർട്ടെക്സ് എങ്ങനെയാണ് മക്കളെ? മൾട്ടി ലെയർഡ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സബ് സോൺസ്. ഇവരുടെ കോർട്ടെക്സിന് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് 3 സബ് സോൺസുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് സബ് സോൺ ആണ് മക്കളെ ഹൈപ്പോഡെർമിസ്. സെക്കൻഡ് വൺ ഓക്കെ. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈപ്പോഡെർമിസ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈപ്പോഡെർമിസ് ആണ്.
കോർട്ടിക്കൽ ലെയേഴ്സ് എന്നാണ് ഇവരെ പറയുക. ഇവർക്ക് കോർട്ടിക്കൽ ലെയേഴ്സ് ഉണ്ട്. ആർക്ക്? സ്റ്റെമ്മിന് കോർട്ടിക്കൽ ലെയേഴ്സ് ഉണ്ട്. ഇവരെവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഔട്ടർ മോസ്റ്റ് എപ്പിഡെർമിസിനും പെരിസൈക്കിളിനും ഇടയിലുള്ള ആളെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുക. ആ കോർട്ടെക്സ് ഇവർക്കൊരു പ്രത്യേകത ഉള്ളത്, അവർക്ക് കോർട്ടിക്കൽ ലെയേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണ്? പാരങ്കൈമാറ്റസ് ആണ്. പാരങ്കൈമാറ്റസ് ലെയർ ആണ് എവിടെ? നമ്മളുടെ റൂട്ടിൽ പഠിച്ചിട്ടുള്ളത്. റൂട്ടിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് മക്കളെ? ഓർത്ത് വയ്ക്കുക. റൂട്ടിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? പാരങ്കൈമാറ്റസ് കോർട്ടിക്കൽ ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ സ്റ്റെമ്മിലോട്ട് വരുമ്പം ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു കോർട്ടെക്സിൽ തന്നെ ലെയേഴ്സ് ഉണ്ട്. 3 സബ് സോൺസ് ആയിട്ടാണ് കോർട്ടെക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഓരോ സബ് സോണിനും ഓരോ ടൈപ്പ് ഓഫ് സെൽസ് ആണ് കാണുക. സോ അതിലെ ഫസ്റ്റ് സബ് സോൺ ആണ് മക്കളെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സബ് സോൺ എന്താണ്? ഹൈപ്പോഡെർമിസ്. ദാറ്റ് ഈസ് ദ ഔട്ടർ ഹൈപ്പോഡെർമിസ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്യൂ ലെയേഴ്സ്. അതിലും കുറച്ച് ലെയേഴ്സ് ഉണ്ട്. അവിടുത്തെ സെൽസ് ഏതാണ്? കൊള്ളൻ കൈമാറ്റസ് സെൽസ് ആണ്. റൂട്ടിലെ കോർട്ടെക്സ് ലെയർ സെൽസ് എങ്ങനെയായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് പാരങ്കൈമാറ്റസ് സെൽസ്. എന്നാൽ നമ്മുടെ സ്റ്റെമ്മിലെ കോർട്ടെക്സിലെ ഔട്ടർ കോർട്ടിക്കൽ ലെയർ ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് കാണിക്കുന്നത് കൊള്ളൻ കൈമാറ്റസ് സെല്ലാണ്. ജസ്റ്റ് ബിലോ ദ എപ്പിഡെർമിസ്. എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഹൈപ്പോഡെർമിസിൻ്റെ സെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് കൊള്ളൻ കൈമാറ്റസ്. ഹൈപ്പോഡെർമിസിൻ്റെ സെൽ എന്ന് പറയുന്നത് കൊള്ളൻ കൈമാറ്റസ് സെല്ലാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് കൊള്ളൻ കൈമാറ്റസ് സെൽസിൻ്റെ ഫങ്ഷൻ എന്നറിയോ? അത് ഞാൻ ലാസ്റ്റ് ആ ഒരു 3 പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം. ഈ പറയുന്ന കൊള്ളൻ കൈമാറ്റസ് സെൽസിൻ്റെ ഫങ്ഷൻ എന്താണ്? സിമ്പിൾ, നിങ്ങൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാമെന്ന് പഠിച്ചാൽ മതി. എന്താണ് പ്രൊവൈഡ് ചെയ്യുക? മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ദ ഔട്ടർ ഹൈപ്പോഡെർമിസ് കൺസിസ്റ്റ് ഓഫ് എ ഫ്യൂ ലെയേഴ്സ് ഓഫ് കൊള്ളൻ കൈമാറ്റസ് സെൽസ് ജസ്റ്റ് ബിലോ ദ എപ്പിഡെർമിസ് വിച്ച് പ്രൊവൈഡ് ദ മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ യങ് സ്റ്റെം. യങ് സ്റ്റെമ്മിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന സെൽ ഏതാണ് മക്കളെ? കൊള്ളൻ കൈമാറ്റസ് സെൽസ്. ആൻഡ് വേർ ഇറ്റ് ഈസ് പ്രസന്റ്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഔട്ടർ ഹൈപ്പോഡെർമിസ് ഓഫ് ദി ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഔട്ടർ ഹൈപ്പോഡെർമിസിൽ കാണുന്ന സെല്ലാണ് കൊള്ളൻ കൈമാറ്റസ് സെൽസ്. കൊള്ളൻ കൈമാറ്റസ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാണ്. ആർക്ക്? യങ് സ്റ്റെമ്മിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാണ് മക്കളെ ഇവരുടെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കോർട്ടിക്കൽ ലെയേഴ്സ് ബിലോ ദ ഹൈപ്പോഡെർമിസ്. ഫസ്റ്റത്തെ എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ള ലെയറാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോഡെർമിസിന് താഴെയുള്ള കോർട്ടിക്കൽ ലെയേഴ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൗണ്ടഡ് തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ്. അവിടെ പാരങ്കൈമാറ്റസ് സെൽസ് ആണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ 3 ടൈപ്പ് ഓഫ് സെൽസും കാണപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഹൈപ്പോഡെർമിസിൽ കാണുന്നത് കൊള്ളൻ കൈമാറ്റസ് സെൽസ് ആണ്. ഇനി അതിൻ്റെ നേരെ താഴെയുള്ള ലെയറായ കോർട്ടിക്കൽ ലെയറിൽ കാണുന്നത് പാരങ്കൈമാറ്റസ് സെൽസ് ആണ്. അതെങ്ങനെയാണ്? തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ് ആണ്. എങ്ങനെയാണ് മക്കളെ? തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവരുടെ പ്രത്യേകത എന്തായിരിക്കും? ഇവർക്ക് ഇന്റർ സെല്ലുലാർ സ്പേസ് പ്രസന്റ് ആയിരിക്കും. ഈ തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസിന് ഇന്റർ സെല്ലുലാർ സ്പേസ് പ്രസന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സി കൊള്ളൻ കൈമ, പാരങ്കൈമ, ദിസ് ഈസ് എ പാരങ്കൈമ. ഈ പാരങ്കൈമയ്ക്കൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇന്റർ സെല്ലുലാർ സ്പേസ് പ്രസന്റ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഹൈപ്പോഡെർമിസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്പേസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ഹൈപ്പോഡെർമിസ്, അവിടെ കൊള്ളൻ കൈമാറ്റസ് സെൽസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രെങ്ത്, യങ് സ്റ്റെമ്മിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. യങ് സ്റ്റെമ്മിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് തൊട്ട് താഴെയുള്ള കോർട്ടിക്കൽ ലെയർ, ആ കോർട്ടിക്കൽ ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ്. ഓക്കെ ആണല്ലോ? ആൻഡ് അതിൻ്റെ ഷേപ്പ് ഇവിടെ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് റൗണ്ടഡ്. കോർട്ടിക്കൽ ലെയറിൽ എങ്ങനെയാണ് മക്കളെ? റൗണ്ടഡ് തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ്. റൗണ്ടഡ് തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ് ആണ് വിത്ത് കോൺസ്പിക്വസ് ഇന്റർ സെല്ലുലാർ സ്പേസ്. ക്ലിയർ ആണല്ലോ? ഇനി അത് കഴിഞ്ഞു 3 സബ് സോൺസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഔട്ടർ മോസ്റ്റ് ഹൈപ്പോഡെർമിസ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോർട്ടിക്കൽ ലെയർ മെയ്ഡ് അപ്പ് ഓഫ് പാരങ്കൈമാറ്റസ് സെൽസ്. ദ തേർഡ് സബ് സോൺ എന്ന് പറയുന്നതാണ് ഇന്നർ മോസ്റ്റ് ലെയർ. ആ ഇന്നർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഈ എൻഡോഡെർമിസിൻ്റെ പ്രത്യേകത, ദേ ആർ റിച്ച് ഇൻ സ്റ്റാർച്ച്. ദേ ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആൻഡ് ദ ലെയർ ഈസ് ഓൾസോ റെഫേർഡ് ആസ് സ്റ്റാർച്ച് ഷീത്ത്. ആ ലെയറിനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാർച്ച് ഷീത്ത് എന്നാണ്. അപ്പോൾ അതാർക്കാണ് കാണപ്പെടുന്നത്? ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടെക്സിനാണ്. ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് എൻഡോഡെർമിസ്. അതന്നെയല്ലേ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂട്ടിൽ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ്. ഇന്നർ ടു എൻഡോഡെർമിസ് ആണ് പെരിസൈക്കിൾ പിത്തൊക്കെ കാണുന്നത് എന്നൊക്കെ.
ഓർക്കുന്നില്ലേ? സോ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എൻഡോഡെർമിസിനാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റെമ്മിലത്തെ എൻഡോഡെർമിസിൻ്റെ പ്രത്യേകത ദേ ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാർച്ച് ഷീത്ത് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത് മക്കളെ? സ്റ്റാർച്ച് ഷീത്ത് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ആരായിരിക്കും? പെരിസൈക്കിൾ. എൻഡോഡെർമിസ് കഴിഞ്ഞ പിന്നെ ആരാണ്? പെരിസൈക്കിൾ. ആൻഡ് ഇവിടുത്തെ പെരിസൈക്കിളിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ് and the above phloem in the form of semilunar patches of sclerenchyma. So okay, that is ഫ്ലോയത്തിന് മേലെയായിട്ട് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് കാണപ്പെടുന്നുണ്ട് ആസ് പാച്ചസ്. എന്താണ് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് എന്നും കൊളൻകൈമാറ്റസ് സെൽസ് എന്നും പാരൻകൈമാറ്റസ് സെൽസ് എന്നും പറഞ്ഞു തരാം. സോ ഇവിടെ നിങ്ങൾ ഇത്ര ഓർത്ത് വയ്ക്കുക. പാരൻകൈമാറ്റസ് സെൽസ് ഇവിടെ കാണുന്നത് കോർട്ടിക്കൽ ലെയറിലായിരുന്നു, ഹൈപ്പോഡെർമിസിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നർ ലെയർ പറഞ്ഞു, ദാറ്റ് ഈസ് ദ എൻഡോഡെർമിസ്. അത് കഴിഞ്ഞിട്ടുള്ള പെരിസൈക്കിൾ. ഈ പെരിസൈക്കിൾ എവിടെയാണ് കാണുന്നത്? എൻഡോഡെർമിസിൻ്റെ ഇന്നർ സൈഡിലാണ് കാണുന്നത്. ഓക്കെ, ഇനി ഈ ഫ്ലോയത്തിൻ്റെ മേലെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ക്ലീറൻകൈമ കാണാൻ പറ്റും. അവിടെയുള്ള ഫ്ലോയത്തിൻ്റെ തൊട്ട് മേലെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ക്ലീറൻകൈമ കാണാൻ പറ്റും. ഈ സ്ക്ലീറൻകൈമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മക്കളെ, സ്ക്ലീറൻകൈമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് സെമി ലൂണാർ പാച്ച് ആയിരിക്കും അത് കാണാം. സെമി ലൂണാർ പാച്ചസിൻ്റെ ഫോമിലായിരിക്കും അത് കാണുന്നത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ടിൽ വാസ്കുലാർ ബണ്ടിൽസിനിടയിൽ കാണുന്ന ടിഷ്യൂ ഏതായിരുന്നു? വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ കാണുന്ന ടിഷ്യൂനെ വിളിക്കുന്ന പേരാണ് കൺജക്റ്റീവ് ടിഷ്യൂ. ക്ലിയർ ആണോ? സോ ഇൻ ബിറ്റ്വീൻ ദ വാസ്കുലാർ ബണ്ടിൽസ് ദെർ ആർ എ ഫ്യൂ ലെയേഴ്സ് ഓഫ് റേഡിയലി പ്ലേസ്ഡ് പാരൻകൈമാറ്റസ് സെൽസ് വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് മെഡുലറി റേസ്. റൂട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺജക്റ്റീവ് ടിഷ്യൂവിനെ പറ്റിയിട്ട്. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഈ വാസ്കുലാർ ബണ്ടിൽസിനിടയിലായിട്ട് നമുക്ക് റേഡിയലി പ്ലേസ്ഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെൽസ് കാണാൻ പറ്റും. ഓക്കെ, ഈ പാരൻകൈമാറ്റൽ സെൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് മക്കളെ എന്തുണ്ടാവുന്നത്? മെഡുലറി റേസ് ഫോം ചെയ്യുന്നത്. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? പാരൻകൈമാറ്റസ് സെൽസ് കാണാൻ പറ്റും. ഈ പാരൻകൈമാറ്റസ് സെൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എന്തായി മാറുന്നത്? മെഡുലറി റേസ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടല്ലോ, അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. നേരത്തെ നമ്മൾ ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും പറഞ്ഞ സമയത്ത് ഡൈക്കോട്ട് റൂട്ടിൽ 2 to 4 വാസ്കുലാർ ബണ്ടിൽസും മോണോക്കോട്ട് റൂട്ടിലെത്തുമ്പം അത് പോളിയാർക്ക് വാസ്കുലാർ ബണ്ടിൽസുമായി മാറിയിരുന്നു. ഇനി സ്റ്റെമ്മിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കാം, ഇവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. ഒരു റിംഗ് മാനറിലാണ് വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്യുക. എവിടെ? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ് മക്കളെ അറേഞ്ച് ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. Okay, the ring arrangement of vascular bundle is a characteristics of dicot stem. This is a very important. Dicot stemന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മക്കളെ റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. വാസ്കുലാർ ബണ്ടിൽസ് ഏത് ഫോമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? റിംഗ് ഫോമിൽ. എവിടെ? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ റിംഗ് ഫോമിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈച്ച് വാസ്കുലാർ ബണ്ടിൽ ഈസ് കൺജോയിൻറ്റ് ഓപ്പൺ വിത്ത് എൻഡാർക്ക് പ്രോട്ടോസൈലം. കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആണ്, എൻഡാർക്ക് പ്രോട്ടോസൈലമാണ്. ക്ലിയർ ആയോ? എന്താണ് കൺജോയിൻറ്റ് എന്ന് പറയുന്നത്? കൺജോയിൻ്റ് എന്ന് വെച്ചാൽ റേഡിയലി അല്ല അറേഞ്ച് ചെയ്ത്, ഡിഫറെൻറ്റ് റേഡിയയിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റേഡിയൽ എന്ന് പറയുമ്പോഴല്ലേ ഡിഫറെൻറ്റ് റേഡിയയിൽ ഓൾട്ടർനേറ്റ് മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല എവിടെ അറേഞ്ച് ചെയ്യുക? ഈ പറയുന്ന കൺജോയിൻറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. കൺജോയിൻറ്റിൽ എങ്ങനെ അറേഞ്ച് ചെയ്തത് നിങ്ങൾ കണ്ടതല്ലേ മക്കളെ? ഇങ്ങനെയാണ് കൺജോയിൻറ്റിൽ അറേഞ്ച് ചെയ്യുക. ഇതിലിവിടെ ക്യാമ്പിയം പ്രസൻ്റ് ആണ് എങ്കിൽ ദിസ് ഈസ് ഓപ്പൺ. ക്യാമ്പിയം ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ക്ലോസ്ഡ് ആണ്. സോ ഇവിടെ നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിലെ പ്രത്യേകത ഇവർക്ക് ക്യാമ്പിയം പ്രസൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആണ്, എൻഡാർക്ക് പ്രോട്ടോസൈലമാണ്. എൻഡാർക്ക് പ്രോട്ടോസൈലം എന്താണ്? നിങ്ങളിത് നോക്ക് മക്കളെ. സി, ഇതാണ് നമ്മളുടെ ഡൈക്കോട്ട്. ഇതിലെ പ്രോട്ടോസൈലം എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാണ്. മെറ്റാസൈലം മേലെയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എൻഡാർക്ക് എന്ന് പറയുന്നത്. പ്രോട്ടോസൈലം എന്താണ്? എൻഡാർക്കാണ്. ക്ലിയർ ആയോ മക്കളെ? പ്രോട്ടോസൈലം എവിടെയാണ്? എൻഡാർക്കാണ്. And a large number of rounded parenchymatous cells with large intercellular space which occupy the central portion of the cell constitute the pith. എന്ന് വെച്ചാൽ ഇവർക്കും സ്പേസ് ഉണ്ട്. സി, ദിസ് ഇസ് ദ പിത്ത്. അത്യാവശ്യം സ്പേസ് ഇല്ലേ?
അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തന്നെ പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. എ ലാർജ് നമ്പർ ഓഫ് റൗണ്ടഡ് പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് ലാർജ് ഇൻ്റർ സെല്ലുലാർ സ്പേസ്. അപ്പോൾ പിത്ത് എങ്ങനെയാണ് മക്കളെ? വിത്ത് ലാർജ് ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആണ് സ്റ്റെമ്മിലെ, ഡൈക്കോട്ട് സ്റ്റെമ്മിലെ പിത്ത്. ക്ലിയർ ആയോ? ഈ ഒരു ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സി, ദിസ് ഇസ് ദ എപ്പിഡെർമിസ്, ദിസ് ഇസ് ദ കൊളൻകൈമ, പാരങ്കൈമ, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ. പെരിസൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ ഫ്ലോയ ഉണ്ട്, ക്യാമ്പിയം പ്രസൻ്റ് ആണ്. അത് കഴിഞ്ഞ് മെറ്റാസൈലമാണ് ആദ്യം. ഓക്കെ, ദെൻ പ്രോട്ടോസൈലം. സോ നിങ്ങൾക്ക് പ്രോട്ടോസൈലം ഇവിടെയല്ലേ കാണുന്നത്, താഴെയല്ലേ? സോ ദിസ് ഇസ് ദ എൻഡാർക്ക് കണ്ടീഷൻ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? പിത്ത് വിത്ത് ലാർജ് ഇൻ്റർസെല്ലാർ സ്പേസ് ആണ്. ഇതിൻ്റെ തന്നെ സെക്ഷൻ്റെ പോർഷനാണ് ഈ കാണുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലെയേഴ്സ് കാണുന്നില്ല, ഹൈപ്പോഡെർമിസ് ലെയർ, പാരങ്കൈമ, എൻഡോഡെർമിസ്. ഇതാണ് നമ്മളുടെ കോർട്ടിക്കൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് കോർട്ടിക്കൽ ലെയേഴ്സ്, ഇതാണ് ഔട്ടർ മോസ്റ്റ് കോർട്ടിക്കൽ ലെയർ. പിന്നെ അത് കഴിഞ്ഞ് പെരിസൈക്കിൾ ഉണ്ട്, വാസ്കുലാർ ബണ്ടിൽ ഉണ്ട്, മെഡുലറി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണോ മക്കളെ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മോണോകോട്ട് സ്റ്റെം. എന്താണ് മോണോകോട്ട് സ്റ്റെം? നേരത്തെ ഞാൻ റൂട്ട് പഠിപ്പിച്ച പോലെ തന്നെയാണ്. എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഒന്നും കൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ ദ മോണോകോട്ട് സ്റ്റെം ഹാസ് സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് എങ്ങനെയായിരുന്നു? കൊള്ളൻകൈമാറ്റസ് ആയിരുന്നു. ഹൈപ്പോഡെർമിസ് എങ്ങനെയായിരുന്നു? കൊള്ളൻകൈമാറ്റസ് ആയിരുന്നു. മോണോകോട്ട് സ്റ്റെമ്മിലെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് സ്ക്ലീറൻകൈമാറ്റസ് ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തത് ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിലാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ലൈക്ക് മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മോണോകോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്കാറ്റേർഡ് മാനറിലാണ്. ക്ലിയർ ആണോ? ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽസ് ആർ പ്രസൻറ്റ്, ഈച്ച് സറൗണ്ടഡ് ബൈ എ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എങ്ങനെയാണ് ബണ്ടിൽ ഷീത്ത് സറൗണ്ട് ചെയ്തിട്ടുള്ളത്? സ്ക്ലീറൻകൈമാറ്റസ് ആണ്. ലാർജ് കോൺസ്പിക്യസ് പാരങ്കൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ വിത്ത് എ ലാർജ് കോൺസ്പിക്യസ് പാരങ്കൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. ഇനി വാസ്കുലാർ ബണ്ടിൽസ് സ്റ്റെമ്മിൽ, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എങ്ങനെയായിരുന്നു? കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആയിരുന്നു, എൻഡാർക്ക് പ്രോട്ടോസൈലം ആയിരുന്നു. മോണോകോട്ടിലെത്തുമ്പോൾ അത് കൺജോയിൻ്റ് ആണ്, ക്ലോസ്ഡ് ആണ്. കാരണം ഇവർക്ക് എന്ത് ആബ്സെൻ്റ് ആണ് മക്കളെ? ക്യാമ്പിയം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആണ്. ക്യാമ്പിയം ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ക്ലോസ്ഡ് ആണ്. ഇനി പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽസ് ആർ ജനറലി സ്മോളർ ദാൻ സെൻട്രലി ലൊക്കേറ്റഡ് വൺ. ഓക്കെ, പെരിഫർ വാസ്കുലാർ ബണ്ടിൽസ് എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും. നോക്കാമല്ലോ നമുക്ക്. സി, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സ്മോളർ, ഇത് വലുതാണ്. മെറ്റാസൈലം എന്ന് പറയുന്നത് മേലെയാണ് കിടക്കുന്നത്, വലുത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എൻഡാർക്ക് കണ്ടീഷൻ വന്നത്. സോ ഇവിടെ എങ്ങനെയാണ് മക്കളെ? ദ ഫ്ലോയം, ദാറ്റ് ഈസ് പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് ആർ ജനറലി സ്മോളർ. പെരിഫറി ഭാഗത്തുള്ള വാസ്കുലർ ബണ്ടിൽസ്, അതായത് തെറ്റത്തുള്ള വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി സ്മോളർ ദാൻ ദ സെൻട്രലി ലൊക്കേറ്റഡ് വൺ. ഓക്കെ, ദ ഫ്ലോയം പാരങ്കൈമ ഈസ് ആബ്സെൻറ്റ്. ഇവിടെ ഫ്ലോയം പാരങ്കൈമ ആബ്സെൻ്റ് ആണ്. ഇവിടെയോ നിങ്ങൾക്ക് ലാർജ് നമ്പർ ഓഫ് റൗണ്ടഡ് പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ് പ്രസൻറ്റ്. ഇവിടെ എങ്ങനെയാണോ? ഇവിടെ ഫ്ലോയം പാരങ്കൈമ ഈസ് ആബ്സെൻറ്റ്. ഇവിടെ എന്താണ് മക്കളെ? ദ ഫ്ലോയം പാരങ്കൈമ ഈസ് ആബ്സെൻറ്റ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫ്ലോയം പാരങ്കൈമ ആർക്കാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫോർ ദ മോണോകോട്ട് സ്റ്റെം. ക്ലിയർ ആണോ? ഫ്ലോയം പാരങ്കൈമ ആർക്കാണ് ആബ്സെൻറ്റ് മക്കളെ? മോണോകോട്ട് സ്റ്റെമ്മിനാണ് ആബ്സെൻറ്റ്. ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് പ്രസൻറ്റ് വിതിൻ ദ വാസ്കുലാർ ബണ്ടിൽസ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വാസ്കുലാർ ബണ്ടിൽസിൽ വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് പ്രസൻ്റ് ആണ്. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ആർക്കാ മക്കളെ പ്രസൻ്റ് ആയിട്ടുള്ളത്? വാസ്കുലാർ ബണ്ടിൽസിനാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? മക്കളെ? ഇതിൽ ഇനി ഒരു യാതൊരുവിധ കൺഫ്യൂഷനും നിങ്ങൾക്ക് പാടില്ല. ഇതിൻ്റെ ഡയഗ്രാംസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ വാസ്കുലാർ ബണ്ടിൽസ് റിംഗ് ഫോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റേർഡ്, അവിടെ ഇവിടെയല്ലേ കിടക്കുന്നത്? സ്കാറ്റേർഡ് ആയിട്ടല്ലേ കിടക്കുന്നത്? അതാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എപ്പിഡെർമിസിൻ്റെ, ഹൈപ്പോഡെർമിസിൻ്റെ, ഇവിടെ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ ഹൈപ്പോഡെർമിസിൻ്റെ പ്രത്യേകത ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ക്ലീറൻകൈമാറ്റസ് സെൽ. സ്ക്ലീറൻകൈമാറ്റസ് സെൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാസ്കുലാർ ബണ്ടിൽ. ഫ്ലോയം ഉണ്ട്, സൈലം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ട്. ഇതിൽ ഫ്ലോയവും സൈലവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പെരിഫറിയിലുള്ളതായിരിക്കും എന്ത്? സ്മോളർ ദാൻ ദ സെൻട്രൽ വൺ.
ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ള മക്കളെ, മോണോകോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മും പഠിക്കാനുള്ളത്. ഇതോടുകൂടെ നമ്മൾ ഭയങ്കര ഒരു കോർ പോർഷൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റൂട്ടും ലീഫും, ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോകോട്ട് റൂട്ട്, അത് കഴിഞ്ഞിട്ട് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. ഇതാണ് ഭയങ്കര കോർ പോർഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു കോർ പോർഷൻ എന്താണ് ലീഫാണ്. സോ ആ ലീഫും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററെ വൈൻഡപ്പ് ആയി. അദ്ദേഹം പറഞ്ഞത് ഭയങ്കര കുഞ്ഞു ചാപ്റ്ററാണ്, പക്ഷേ കുറച്ച് ഓർത്ത് വെക്കാനുണ്ട്. അത് നിങ്ങൾ കുറച്ച് ട്രിക്കൊക്കെ വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒന്ന് പഠിക്കുമ്പോൾ തന്നെ മറ്റത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടണം. അത് ആ ഒരു പോർഷൻ കണ്ടാൽ, ആ ഒരു പിക്ചർ കണ്ടാൽ എന്താണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. ആ മെയിൻ ഡിഫറൻസിൽ നിന്നും ഇത് ഏതാണെന്ന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ക്ലിയർ ആയോ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവറപ്പ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കിനും മോണോകോട്ട് ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് ഡൈക്കോട്ട് സ്റ്റെം, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചിട്ട് വരണം. അവിടുന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വരണം. എന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ് കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ അപ്പ് കിട്ടുള്ളൂ. നമ്മൾ സമ്മറിയൊക്കെ റീഡ് ഓൺ ചെയ്യുമ്പം ഓരോ കാര്യം ഇങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് കത്തണ്ടേ നമുക്ക്. അത് നമ്മളുടെ മൈൻഡിൽ റിവൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഓക്കെ, സോ ലേൺ വെൽ, ഡു ഇറ്റ് വെൽ, യു ഹാവ് ടു സ്ക്രിബിൾ വെനെവർ ഐ എം സേയിങ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സ്ക്രിബിൾ ഡൗൺ ദാറ്റ്. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അതിങ്ങനെ എടുക്കുക, വായിച്ച് നോക്കുക. എപ്പോഴും ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കണം എന്നല്ല പറയുന്നത്. ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്ന് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് കിടക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് നോക്കിയാൽ മതി. ഓക്കെ, അതിനാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു.